കുറച്ച് നാളുകൊണ്ട് ഈ സ്പ്ലെൻഡർ ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പെട്രോൾ അടിച്ചിട്ട് ഇതിന് മൈലേജ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല കേട്ടോ. ഒരു 40 അപ്പുറത്തോട്ട് കിട്ടുന്നതേ ഇല്ല. അങ്ങനെ ഇന്ന് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വണ്ടിയും കൊണ്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി. സത്യം പറഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അവസ്ഥ എന്ന് പറയുന്നത്. ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നവർ ജസ്റ്റ് ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കിക്കോ. ഇല്ലെങ്കിൽ വണ്ടിയുടെ മൈലേജ് ഡ്രോപ്പും അതേപോലെ തന്നെ പിക്കപ്പിനെയും ബാധിക്കും. ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്റർ വെച്ച് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു കവറിങ്ങും അതേപോലെ തന്നെ നമ്മൾ പുതിയ എയർ ഫിൽറ്ററും പ്ലഗ് അഡാപ്റ്ററും മേടിച്ചിട്ടുണ്ട്. അത് കൂടാനിട്ട് നമ്മളെ വണ്ടിയുടെ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാനായിട്ട് പോകാനായിട്ടാ. അങ്ങനെ പുതിയ എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്ത് പുതിയ പ്ലഗ് അഡാപ്റ്ററും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ പ്ലഗിൻ്റെയും അഡാപ്റ്ററിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് ഏകദേശം ഈ ഒരു കണ്ടീഷനായിരുന്നു. എല്ലാ പണിയും തീർത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ വണ്ടിയുടെ കോൺസെറ്റ് ചെറിയ ലൂസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ചെയിനും ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടിക്ക് ഇപ്പം നേരത്തെയും കാട്ടി പിക്കപ്പും അതേപോലെ തന്നെ മിസ്സിങ് ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ.